ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾക്കിടെ അറബിക്കടലിൽ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി നാവികസേന. ദീർഘദൂര കപ്പൽവേധ മിസൈലുകളാണ് നാവികസേന പരീക്ഷിച്ചത്. സേനയുടെ ആയുധ സംവിധാനങ്ങളുടെ ക്ഷമതയും സജ്ജതയുമാണ് പരീക്ഷിച്ചുറപ്പിച്ചത്. ഏത് സാഹചര്യവും നേരിടാൻ സേന സജ്ജമാണെന്ന് നാവികസേന വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇത് രണ്ടാം തവണയാണ് അറബിക്കടലിൽ നാവികസേന മിസൈൽ പരീക്ഷണം നടത്തുന്നത്. 2 ദിവസം മുൻപ് INS സൂറത്ത് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും സേന മധ്യദൂര മിസൈൽ പരീക്ഷിച്ചിരുന്നു. 70 കിലോമീറ്റർ പ്രഹര പരിധിയുള്ള ഈ മിസൈൽ ഇസ്രായേലുമായി സഹകരിച്ച് വികസിപ്പിച്ചതാണ്. സീ സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലായിരുന്നു അന്ന് പരീക്ഷിച്ചത്. പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടതെന്നും നാവികസേന പ്രതികരിച്ചു. B-15B ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പദ്ധതിയിലെ 4ാമത്തെ കപ്പലാണ് INS സൂറത്ത്. ലോകത്തെ തന്നെ ഏറ്റവും വലുതും നൂതനവുമായ ഡിസ്ട്രോയറുകളിൽ ഒന്നാണിത്. നാവികസേന കപ്പലുകളിൽ AI ഇന്റലിജൻസ് സംവിധാനമുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. INS സൂറത്തിന്റെ 75% തദ്ദേശീയ നിർമ്മിതിയാണ്. അത്യാധുനിക ആയുധ സെൻസർ പാക്കേജുകളും വിപുലമായ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംവിധാനങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ കടുത്ത തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യ സൈനികമായി ആക്രമിക്കുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ ഭരണാധികാരികൾ ആണവാക്രമണ ഭീഷണിയും മുഴക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മിസൈൽ പരീക്ഷണം അറബിക്കടലിൽ നടത്തി കരുത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്.